പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിത്തന്ന വിലയേറിയ മകൽ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. വാക്കുകളിലൊക്കെ വരുന്ന തെറ്റുകളൊക്കെ ഉണ്ടാകാം, ക്ഷമിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ ഇട്ടു. ഒന്ന്, അമ്മമാരുടെ കരച്ചിൽ മൂലം തലമുറകൾക്കുണ്ടാകുന്ന നന്മ. രണ്ടാമത്, അപ്പന്മാരുടെ മനോവേദന കഷ്ടപ്പാട് മൂലം തലമുറകൾക്കുണ്ടാകുന്ന നന്മകളെക്കുറിച്ചും കഴിഞ്ഞ പ്രാവശ്യം ഇട്ടു. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത്, അപ്പനും അമ്മയും മക്കളും ഒന്നായി ചേർന്ന് നിന്നാൽ ലഭിക്കുന്നതായ അനുഗ്രഹങ്ങൾ, നന്മകൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ചിന്താവിഷയം. ഓടിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമതായി ഇസ്രായേൽ ചരിത്രത്തിലേക്ക് തന്നെ ഞാൻ പോവുകയാണ്. ഇസ്രായേൽ ചരിത്രത്തിലേക്ക് നാം പോകുമ്പോൾ അബ്രാം എന്ന അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നടക്കുന്ന ഒരു വിഷയം, അതൊരു വിഷയം തന്നെയാണ്. അത് പലരും പ്രസംഗിക്കുന്ന പ്രാവിനെ പിളർക്കായികയാൽ എന്നുള്ളൊരു പദം പറയുന്നുണ്ട്. ആ പദം ഞാൻ അവിടെ വിട്ടിട്ട് അവിടെ നടക്കുന്ന ഒരു ശുശ്രൂഷ തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ദൈവം പറയുന്നതായ ദൈവവചനത്തിന് അടിസ്ഥാനമല്ലായകയാൽ തൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പാർക്കുമെന്ന് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഉള്ള ഒരു അരുളപ്പാട് അബ്രാമിന് കിട്ടി. എന്നാൽ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 14 മുതലുള്ള ഭാഗങ്ങൾ താഴോട്ട് വരുമ്പോൾ ഇസ്രായേൽ ജനം 400 സംവത്സരം എന്നല്ല, 430 സംവത്സരം അവിടെ പാർത്തു എന്ന് കാണുന്നു. ഇസ്രായേൽ ജനം 430 സംവത്സരം അവിടെ പാർത്തു എങ്കിൽ ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 430 വർഷം അവരവിടെ പാർത്തു എന്നുള്ളത് തിരുവെഴുത്തിലുണ്ട്, പുറപ്പാട് 12-ാം അധ്യായത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 430 വർഷവും ഇസ്രായേൽ ജനത്തിന് കട്ടതയില്ലായിരുന്നു. യോസഫിനെ അറിയാത്ത ഒരു രാജാവ് വന്നത് മുതൽ ഇവർക്ക് കട്ടത തുടങ്ങി എന്ന് ചിന്തിക്കുന്നതാണ് ദൈവവചനാടിസ്ഥാനത്തിൽ നല്ലത്. അങ്ങനെ യോസഫിനെ അറിയാത്ത ഒരു രാജാവ് വരണമെങ്കിൽ എത്ര വർഷം കഴിഞ്ഞിരിക്കണം? ഇപ്പോൾ ഇന്ത്യയുടെ നമ്മുടെ രാഷ്ട്രപിതാവ്, ഒന്നാമത്തെ രാഷ്ട്രപിതാവ് ആരായെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി. ഇന്നത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. അപ്പോൾ യോസഫിനെ അറിയാത്ത ഒരു രാജാവ് വരണമെങ്കിൽ വർഷം കുറേ കഴിഞ്ഞു. എന്നാൽ തിരുവെഴുത്തിൻ പ്രകാരം ഏകദേശം 80-നും 100 വർഷത്തിന് ഇടയിൽ ഇവർക്ക് കട്ടത ഉണ്ടായിരുന്നു. എങ്കിലും ഇവർ അധ്വാനം കഴിഞ്ഞ് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരും. 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ 7 വരെയുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ
നിങ്ങൾ ആബീബ് മാസം 1-ാം തീയതി നിങ്ങൾ ഓരോ കുടുംബത്തിന് ഓരോ ആട്, ഒരു കുടുംബത്തിന് ഒരാട്, ഓരോ ആട് വീതം നിങ്ങൾ ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ നിങ്ങൾ എടുക്കണം. മോശയുടെ ദൈവം അരുളപ്പാട് കൊടുത്ത് ഇസ്രായേൽ മൂപ്പന്മാരോട് പറയുകയാണ്, ഓരോ ആട്, ഒരു കുടുംബത്തിന് ഒരാട്. എൻ്റെ ഒരു ആത്മീയ ചിന്തയിലേക്ക് വരികയാണ്. അപ്പോൾ ഓരോ കുടുംബത്തിനും ഓരോ ആട്. ഇവര് 1-ാം മാസം സാലറി വാങ്ങിക്കാനായിട്ട് അങ്ങോട്ട് ചെന്ന് നിന്നു എന്ന് പറഞ്ഞാൽ ഫറവോനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആത്മീയ ചിന്തയാണ്, ഞങ്ങൾക്ക് കാശ് വേണ്ട, ഞങ്ങൾക്ക് ആട് വേണം. എന്തിനാ ആട്? അത് വേണം. അങ്ങനെ ഓരോ കുടുംബക്കാരുടെ ജോലി ചെയ്തതിന് അവർ ഓരോ ആട് വീതം വാങ്ങി നിർത്തിയിരുന്നു. ആബീബ് മാസം 1-ാം തീയതി അവർ സാലറി വാങ്ങാതെ ആടിനെ വാങ്ങിച്ച് ഇവർ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി. ആബീബ് മാസം 14-ാം തീയതി സന്ധ്യയ്ക്ക് ഇതിനെ അറത്തു എന്ന് തിരുവെഴുത്തിൽ പുറപ്പാട് ദിവസം 12-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ 12 1 മുതൽ തീർത്തുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാം. എൻ്റെ ചിന്താവിഷയം, ആടിനെ സന്ധ്യയ്ക്ക് അറക്കുന്നതിന് മുൻപ്, ബാക്കി ഭാഗങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആടിനെ സന്ധ്യയ്ക്ക് അറക്കുന്നതിന് മുൻപ് അവിടെ ഒരു ജോലിയുണ്ട്. അവിടെയാണ് ദൈവപ്രവൃത്തി കിടക്കുന്നത്. അപ്പൻ ആടിനെ തലയ്ക്ക് പിടിക്കും, അമ്മ വാലിന് പിടിക്കണം. 4 മക്കളുണ്ടെങ്കിൽ 4 പേരും മൂത്തവന്മാർ 2 പേരും കൈക്ക് 2 പിടിക്കണം. ഇളയവർ ഉണ്ടെങ്കിൽ കാലിനും പിടിക്കണം, 2 കാലിനും പിടിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് 2 പേരേ ഉള്ളൂ പാസ്റ്ററെ എന്ന് പറഞ്ഞാൽ, 2 പേരുണ്ടെങ്കിൽ ഒരുത്തൻ 2 കൈക്ക് പിടിക്കണം, ഒരുത്തന്നെ 2 കാലിനും പിടിക്കണം. അമ്മ വാലെ പിടിച്ചിരുന്നാൽ മതി. ഇനി ഒരാളെ ഉള്ളൂ, V2 VR1 ആണെങ്കിലോ, V2 VR2 ആണെങ്കിൽ 2 കാലെ മക്കൾ പിടിക്കും. 2 പേരായിട്ട് ഒരുത്തൻ കൈക്ക് പിടിക്കും, 2 കൈക്ക് പിടിക്കും. ഒരുത്തനെ നിവർത്തിയാണെങ്കിലും കുഴപ്പമില്ല, കാലിന് പിടിക്കും. പ്രാർത്ഥന വിഷയമാണല്ലോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിച്ചെടുക്കുക. അടുത്തതായിട്ട് ഒരാളെ ഉള്ളെങ്കിലോ, V2 VR1 ആണെങ്കിലോ, അവിടെ എല്ലാം ആടിൻ്റെ കൈയും കാലും കൂടെ ചേർത്ത് വെച്ച് പിടിക്കണം. അപ്പോൾ അപ്പൻ തലയ്ക്ക് പിടിച്ചു, അമ്മ വാലിന് പിടിച്ചു, മക്കൾ കൈകാലുകൾക്ക് പിടിച്ചു. ആടുമായി ബന്ധം വന്നു. അപ്പോൾ ഈ ആടുമായി ബന്ധം വന്നത് മൂലം സംഭവിച്ചത് എന്തൊക്കെയാണെന്നറിയാമോ? ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിലെ അമ്മയും അപ്പനും മക്കളും ഒന്നായി ചേർന്ന് പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്നതായ നന്മകൾ. പല കുടുംബങ്ങളിലും കണ്ടിട്ടുണ്ട്. അമ്മ പ്രാർത്ഥിച്ച അപ്പം പ്രാർത്ഥിച്ച അമ്മ പ്രാർത്ഥിക്കത്തില്ല, അമ്മ പ്രാർത്ഥിച്ച അപ്പം പ്രാർത്ഥിക്കത്തില്ല, അമ്മയും അപ്പനും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച മക്കൾ പ്രാർത്ഥിക്കത്തില്ല. അതിൻ്റേതായ നന്മയുടെ തടസ്സം കിടക്കുക ഇവിടെ. ഇതിപ്പോൾ യാടുമായിട്ട് ബന്ധം വരണം.
ഏദൻ തോട്ടത്തിലും ആടുമായിട്ടുള്ള ബന്ധത്തിലല്ലേ അവർ വിടുതൽ പ്രാപിച്ചത്? 33:21. അവിടെ ഒരു ദൈവ കുഞ്ഞാടിന് നിഴലായി നിന്നതിനെ അറത്തില്ലേ? ഇസഹാക്കിന് പകരം ഒരു കോലാട്ടുകൊറ്റനെ അറത്തില്ലേ? 22:22. ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ ആടുമായിട്ട് ഇവരൊരു ബന്ധം വന്നു. അപ്പൻ കത്തിയെടുത്തു, വചനമാകുന്ന കത്തിയെടുത്തു. ആട് പിടയ്ക്കാതിരിക്കുവാൻ മക്കൾ കൈകാലുകൾക്ക് പിടിക്കുമ്പോൾ അമ്മ വാലിൽ മുറുകെ പിടിച്ചിരുന്നു, ചാടാതിരിക്കാൻ. ഇന്നാണെങ്കിൽ അമ്മമാര് തലയ്ക്ക് പിടിക്കും, അപ്പം പോയി വാലയിൽ നിന്നോണം. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചോണം. ഈ ആടുമായിട്ടുള്ള ബന്ധം വന്നു. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ 1-5-7 പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ എന്ന് തീർക്കുകയാണ്. അപ്പൊ ഈ ആടിനെ അറത്ത് കഴിയുമ്പോൾ കട്ടളക്കാലിന്മേൽ 2 കുറുമ്പടി മേലും കട്ടളക്കാലിന്മേലും പുരട്ടണം രക്തം. അപ്പൊ ഒന്ന് അപ്പനും അമ്മയും മക്കളും ഒന്നായി ചേർന്ന് ഈ ആടുമായിട്ട്, ഈ പെസഹ കുഞ്ഞാടായ ക്രിസ്തുവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ലഭിക്കുന്ന നന്മകൾ, വിടുതലുകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. എൻ്റെ ആത്മീയ ചിന്തയാണ്, തിരുവെഴുത്തിന് അടിസ്ഥാനത്തിലാണ്. ഒന്നാമതായിട്ട് 400 വർഷം അടിമ നുഖത്തിൽ കിടക്കുകയായിരുന്നു. ഈ ആടുമായിട്ടുള്ള ബന്ധം വന്നതും ആ ബന്ധനം പൊട്ടി. അടകംബര ജഗൽക്കമനക. ഈ അപ്പനും അമ്മയും മക്കളുമായിട്ടുള്ള ആ യൂണിറ്റിയും റോമർ 15:5-6, ഫിലിപ്പിയർ 2:1-4 6-5 വരെയുള്ള വാക്യം എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ഗലാത്യർ 6:1-3 വരെയുള്ള വാക്യം. അപ്പോൾ ഇതെല്ലാം കൂടെ സൗമ്യതയുടെ ആത്മാവിൽ ഒന്നായി ചേർന്ന് ഈ ആടുമായിട്ടൊരു ബന്ധം വന്നു കഴിഞ്ഞപ്പോൾ രക്തത്തളി നടത്തി. അതിന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-18 വരെയുള്ള വാക്യം വായിച്ചു കഴിഞ്ഞാൽ അറിയാം. മോശ ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ അറുത്ത് രക്തം കിണ്ണത്തിലൊഴിച്ച് ഈ സോപ്പ് ചെടി ഒരു കെട്ടാക്കി കിണ്ണത്തിൽ മുക്കി സകല ജനത്തിന്മേലും ഉപകരണങ്ങളിന്മേലും തളിച്ചു എന്നാണ് അവിടെ കിടക്കുന്നത്. അത് തന്നെയാണ് പുറപ്പാട് 12-ാം അധ്യായത്തിലും കിടക്കുന്നത്. അപ്പോൾ ഈ രക്തത്തളി അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഒന്നാമത് സംഭവിച്ചത് 400 വർഷക്കാലം ഫറവോന്റെ അടിമത്വത്തിൽ, അടിമ നുഖത്തിൽ നിന്ന് കിട്ടിയ ഒരു വിടുതലാണ് അവിടെ കിട്ടുന്നത്. ഒന്നാമത്തെ ചിന്താവിഷയം അതാണെങ്കിൽ ഒന്നാമത് ബന്ധനം അങ്ങ് പൊട്ടിയങ്ങ് മാറി. അപ്പോൾ യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, മാതാപിതാക്കൾ, ദൈവദാസന്മാർ, ദാസിമാർ, കുഞ്ഞുങ്ങൾ, ഭവനത്തിനകത്ത് ഐക്യതയുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ ഭവനത്തിൽ കട്ടളക്കാലിന്മേൽ 2 കുറുമ്പടി മേലും ഉണ്ടെങ്കിൽ ഒരു സംഹാരകനും കടന്നു വരത്തില്ല. എൻ്റെ ദൈവം അതിനെ അനുവദിക്കത്തുമില്ല. ഇത് പലപ്പോഴും കയറി വരുന്നതിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ ദൂത് വളരെ ശ്രദ്ധിച്ചോണം. 2-3 ചിന്തകൾ തരുവാൻ താല്പര്യപ്പെടുകയാണ് പെട്ടെന്ന്.
അപ്പോൾ ഒന്നാമത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞാൽ ആ 400 വർഷം അടിമനുഖത്തിൽ കിടന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞു. എങ്കിലും അവർക്ക് യോസഫിൻ്റെ കാലഘട്ടങ്ങളിൽ, യോസഫിൻ്റെ കാലശേഷമൊക്കെ സുഭിക്ഷമായ ഇതായിരുന്നു. യോസഫിനെ അറിയാത്ത ഒരു രാജാവ് വന്നപ്പോൾ മുതൽ ഇവരെ പീഡിപ്പിക്കാൻ തുടങ്ങി, ഇവരെ വേദനിപ്പിക്കാൻ തുടങ്ങി, ഇവരെ കഷ്ടപ്പെടുത്താൻ തോന്നി, ഇവർ നിലവിളിക്കുവാൻ തുടങ്ങി, ഇവരെ ഊഴിയ വിചാരകന്മാർ ഉപദ്രവിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുകളാൽ അവർ വലഞ്ഞപ്പോൾ ഈ ആടുമായിട്ടുള്ള ബന്ധവും രക്തത്തളിയും നടന്നു കഴിഞ്ഞപ്പോൾ 430 വർഷമായിട്ടുണ്ടായിരുന്ന ആ ബന്ധനം അങ്ങ് പൊട്ടി. ഒരു ദൂത് പറയാം, നിന്റെ ബന്ധനം എത്ര പഴകിയതെന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട്, യോഹന്നാൻ എഴുതിയ 1 ലേഖനം 1:7 അർത്ഥമന അറകൽക്കമന ഒരു യേശു ക്രിസ്തുവുമായിട്ട്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ച് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് യെശയ്യാപ്രവചനം 1:18 കൂടെ ചേർത്തുകൊണ്ട്, നിന്റെ രക്തം എത്ര നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാൽ അത് ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഞാനൊരു പാവിയാണെന്ന് ഏറ്റുപറയുമ്പോൾ നിന്റെ ബന്ധനം പൊട്ടും. അതവിടെ പൊട്ടണം. അത് കർത്താവിൻ്റെ രക്തത്തിൻ്റെ പവറാണ്. ഇവിടെ ആടുമായിട്ടുള്ള ചോരത്തളിയിൽ അവിടെ ദൈവജനം വിടുതൽ പ്രാപിച്ചു, ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. എങ്കിൽ ഫറവോൻ എന്ന് പറയുന്നത് ഫറവോൻ എന്ന് പറയുന്നത് ദുഷ്ടപിശാചിന് നിഴലായി നിൽക്കുമ്പോൾ ദൈവജനത്തെ തകർക്കുവാൻ നിൽക്കുന്ന, ദൈവജനത്തിൻ്റെ വാഗ്ദത്തത്തെ തകർക്കുവാൻ നിൽക്കുന്ന, ദൈവജനത്തെ ആരാധിക്കുവാൻ വിട്ടയക്കാതെ അടിമുഖത്തിലിട്ട് അവരെ കഷ്ടപ്പെടുത്തുന്ന ഫറവോന്യ ശക്തികളെ പിടിയിൽ നിന്ന് ഒന്നാമത് വിടുതൽ കിട്ടി. രണ്ടാമതായിട്ടുള്ള വിഷയമാണ്, യവനൊരു നുകം വച്ചിരുന്നു. ഒന്ന് ബന്ധനം പൊട്ടി, 2 അടിമത്വത്തിൽ നിന്നൊരു വിടുതലായി. ഗലാത്യർ 5:1 പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കി, ഇനി പിന്നെയും നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് കർത്താവ് വിടുതൽ തന്ന്, അടിമനുഖത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് വിടുതൽ തന്ന്, അടിമനുഖത്തിൽ നിന്ന് വിടുതൽ തന്ന്. അതേക്കുറിച്ച് യെശയ്യാപ്രവചനം 10:27 പറയുന്നത്, പുട്ടി നിമിത്തം മുഖം തകർന്നു പോകുന്ന. അങ്ങനെയാണെങ്കിൽ ഈ ഫറവോന്യ ശക്തികൾ വർഷങ്ങളായി നിങ്ങളെ അടിമപ്പെടുത്തി വച്ചിരിക്കുന്നെങ്കിൽ, ജോലിയിലാകട്ടെ ഏത് വിഷയത്തിലാകട്ടെ നിങ്ങളെ അടിമപ്പണി ചെയ്യിപ്പിക്കുന്നെങ്കിൽ, അതിനകത്ത് യേശു കർത്താവിൻ്റെ രക്തം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഇതിനൊരു മോചനമുണ്ട്, ഇതിനൊരു വിടുതലുണ്ട്. അടിമനുഖത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടുവാനിടയാകും. അടുത്ത് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാനിപ്പോൾ വിട്ടുപോവാം. മൂന്നാമതായിട്ട്, അതുമൂലം എന്ത് കിട്ടി? ഈ ആടുമായിട്ട് കുടുംബമായിട്ട് പ്രാർത്ഥന ഉള്ളിടത്ത് എന്ത് കിട്ടി? നന്മ കിട്ടി. 119 സങ്കീർത്തന 162 വാക്യമാണ് തോന്നി ഇങ്ങനെ പറയുന്നു, ഒരു വലിയ കൊള്ള കണ്ട് കിട്ടിയവനെ പോലെ എന്ന് പറഞ്ഞാൽ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ദൈവം ഫറവോന്യ ശക്തികളോട് കൃപ കാണിച്ചിട്ട് അവരുടെ വീട്ടുകാരോട്, അവരുടെ അയൽവക്കക്കാരോട്, എല്ലാവരോടും ഫറവോന്റെ കുടുംബത്തിലുള്ളവരോട് കരുണ കാണിച്ചിട്ട് ഇവർ കൊള്ള കിട്ടുന്നത് പോലെ അവർ വാരിക്കൊണ്ട് പോന്നു. ആടുമായിട്ടുള്ള ബന്ധം വന്നപ്പോൾ ബന്ധനം പൊട്ടി, അടിമനുഖത്തിൽ നിന്ന് വിടുതലായി. 81-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിലുണ്ട്, യെശയ്യാ 9-ാം അധ്യായത്തിലുമുണ്ട്, ഇതിലൊക്കെ കിടപ്പുണ്ട്. ഇതെല്ലാത്തിൽ നിന്നൊരു മോചനം കർത്താവായ യേശു ക്രിസ്തു കൊടുത്തു. ഇനി രക്തമായിട്ട് അടയാളം വന്നപ്പോൾ, രക്തത്തളി നടന്നു കഴിഞ്ഞപ്പോൾ, എബ്രായർ 9:18 മുതൽ 22 വരെയുള്ള ഭാഗം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ, പുറപ്പാട് ദിവസം 12-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങൾ തീർത്ത് വായിക്കുമ്പോൾ അവിടെയും കിടപ്പുണ്ട് ചോരത്തളി നിമിത്തം കട്ടളക്കാലിന്മേൽ 2 പുരട്ടുന്ന
ആ സോപ്പ് ചെടിയിൽ കൂടെ കുടയുമ്പോൾ ദേഹത്ത് വീഴുന്ന രക്തം മൂലം ആ രക്തത്തിൻ്റെ പവറിനാൽ ഇവർക്ക് എന്ത് കിട്ടുന്നു? ബന്ധനം പൊട്ടുന്നു, അടിമമുഖത്തിൽ നിന്ന് വിടുതലാകുന്നു, നന്മ കിട്ടുന്നു. മൂന്നാമതായിട്ട് മരണത്തിൽ നിന്നും നീക്കുപോക്ക് കിട്ടി. രക്തമുള്ള ഒരു വീടുകളിലും സംഹാരകൻ കയറിയില്ല. രക്തത്തളി നടക്കാത്ത ഫറവോന്റെ കുടുംബങ്ങളിൽ ദാസന്മാർ മൂലം അവരുടെ കുടുംബത്തിൽ മുതൽ ഫറവോന്റെ കൊട്ടാരത്തിനകത്തു വരെയുള്ള കടിഞ്ഞൂലുകളെ ദൈവം കടിഞ്ഞൂൽ സംഹാരം നടത്തി. സംഹാരകൻ ഇറങ്ങി, കടന്നുപോയി സംഹാരകൻ ഇറങ്ങി നടത്തി. കാരണം ഈ ആടുമായിട്ട് ബന്ധമുള്ളവർ മൂലം കിട്ടിയ വിടുതലുകളാണ്. യേശു കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവജനം ഈ ദൂത് മറക്കരുത്. അല്ലാത്തവരും കേൾക്കുന്നുണ്ട്, അവരും ഇതിലേക്ക് വരട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി അവരിൽ വെളിപ്പെടട്ടെ. ഞാനതേ പറയുന്നു. അപ്പോൾ നന്മ കിട്ടി. നാലാമത് മരണത്തിൽ നന്മ കിട്ടി, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കിട്ടി. 68 സങ്കീർത്തനം 20 വാക്യം എന്താ പറയുന്നത്? നമ്മുടെ ദൈവമോ ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. അവിടെ രക്തത്തളിയുള്ളവന് നീക്കുപോക്ക് കിട്ടി, അല്ലാത്തവർക്ക് നീക്കുപോക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മളൊക്കെ ജീവനോടെ ഇരിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം മനസ്സിലാക്കിയെടുത്താൽ മതി. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ മേൽ അടയാളമായി ഇരിക്കുന്നുണ്ടല്ലേ, അത് മാത്രം ചിന്തിച്ചങ്ങ് എടുത്തേച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അടുത്ത് പുറപ്പാടുണ്ടായി. ഫറവോന്റെ ശക്തികളുടെ പിടിയിൽ നിന്നൊരു പുറപ്പാടുണ്ടായെന്ന്. അവരുടെ പാത ചലിക്കാൻ തുടങ്ങി. അവരുടെ വാഗ്ദത്തങ്ങളിലേക്ക് ഒരു പുതിയൊരു വർഷം തുടങ്ങുകയാണ്. അങ്ങോട്ട് കലണ്ടറിന്റെ രീതി തന്നെ മാറുകയാണ്. അപ്പോ ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ആ രക്തത്തളി മൂലം ലഭിച്ചതായ വിടുതലുകൾ ഒത്തിരി പറയാറുണ്ട്. ഇതൊക്കെ നമുക്ക് എത്രയോ ദിവസം പ്രസംഗിക്കാം, ഓരോ പോയിന്റ് എടുത്ത് പ്രസംഗിക്കാം. ഇതൊരു പവർഫുള്ള് മെസ്സേജ് അല്ലെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇരുന്ന് ചിന്തിച്ച് ധ്യാനിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഒരു ഗ്ലൂ ഇട്ട് തരുമ്പോൾ നിങ്ങൾ ഇത് വായിച്ച് പ്രസംഗിക്കാം, കുഴപ്പമില്ല, പ്രസംഗിക്കാം. നിങ്ങൾക്ക് ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് പ്രസംഗിക്കാം. അപ്പോൾ പുറപ്പാടുണ്ടായി. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഒരു പുറപ്പാട്, യാത്രയ്ക്ക് ഒരുങ്ങി നിന്നിട്ടും യാത്ര ചെയ്യുവാൻ കഴിയാത്തവർ ഇതിനകത്ത് എന്നെ കേൾക്കുന്നെങ്കിൽ, അത് തലമുറകളാകട്ടെ, വ്യക്തി ജീവിതങ്ങളാകട്ടെ, ദൈവദാസന്മാരാകട്ടെ, ആര് തന്നെയാകട്ടെ, സ്വർഗത്തിലെ യേശു ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, ഐക്യതയുണ്ടെങ്കിൽ ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളുടെ യാത്രയെ തടയാൻ പറ്റത്തില്ല. ഒന്നിനും പറ്റത്തില്ല. അതിന് വേണ്ടതാണ് ആടുമായിട്ടുള്ള ബന്ധം. അപ്പോൾ പുറപ്പാടുണ്ടായി. ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ പറയണം, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് കുടുംബത്തിനകത്ത് ഐക്യത വന്നെങ്കിലല്ലേ സഭയ്ക്കകത്തും വരൂ. ഞാൻ ആ ഭാഗത്തേക്ക്, സഭയ്ക്കകത്ത് അത് പിന്നാട്ട്. ആദ്യം വ്യക്തിപരമായ പ്രാർത്ഥനകളാണ്, അടുത്ത് കുടുംബപരമായ പ്രാർത്ഥനകളാണ്. അടുത്തൊരു പോയിൻ്റൂടെ, അടുത്ത്
അടിമനുഖത്തിൽ കിടന്ന് നിലവിളിച്ച് കരഞ്ഞ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ സീനായി മലയിൽ ഹോരേബ് പർവ്വതത്തിൽ ദൈവം ഇറങ്ങിയിട്ട് മോശയോട് ദൈവം സംസാരിക്കുമ്പോൾ 3:10 മുതലുള്ള ഭാഗങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു അവരുടെ നിലവിളി എൻ്റെ കാതുകളിൽ കേട്ടു എന്ന് ദൈവം മോശയോട് പറയുന്നു. അവരുടെ നിലവിളിക്ക് അല്ലെങ്കിൽ ദുഃഖിച്ച് നിലവിളിച്ച് കരഞ്ഞത് ആ കരച്ചിൽ മാറി സന്തോഷത്തോടെ പോവുകയാണ്. അപ്പൊ പൂർവന്മാർ കഴിഞ്ഞ 430 വർഷമായി കഷ്ടപ്പെട്ടത് ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയില്ലേ നന്മ? ഒരു ദിവസം കൊണ്ട് കിട്ടിയില്ലേ? അപ്പൊ അപ്പനമ്മമാര് കരഞ്ഞാലും ഉണ്ട്, അതിൻ്റെ കൂടെ മക്കളും കൂടെ ചേർന്ന് കരഞ്ഞാലോ ഈ ആടിനെ പോലൊരു ബന്ധം വേണ്ടേ? ആടുമായിട്ടൊരു ബന്ധം വേണ്ടേ? പെസഹ കുഞ്ഞാടുമായിട്ടൊരു ബന്ധം വേണ്ടേ? യേശുക്രിസ്തുവുമായിട്ടൊരു ബന്ധം വേണ്ടേ? സാത്താനുമായിട്ടുള്ള ബന്ധം വിട്ടിട്ട് യേശുക്രിസ്തുവായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കേ. അപ്പൊ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിലേക്ക് വരും. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം വരുമ്പോൾ നമ്മെപ്പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തരും. അതുമൂലം ഉണ്ടാകുന്ന 7-8 കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഇനി 6 കാര്യം ആകട്ടെ, 7 എത്ര കാര്യം വേണമെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. ഇതുമൂലം കിട്ടുന്നത് ആടുമായിട്ടുള്ള ബന്ധം പറയും. ഒരുപാട് കാര്യങ്ങൾ അതിനെ അറക്കുന്നതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. തല എന്തുകൊണ്ട് വെട്ടിമാറ്റി, വാലെന്തുകൊണ്ട് വെട്ടിമാറ്റി എന്നൊക്കെ, കുളമ്പ് എന്തുകൊണ്ട് വെട്ടിമാറ്റി എന്നൊക്കെ ഒരുപാട് ചിന്തകൾ അതിനകത്തുണ്ട് പറയുവാൻ. അടുത്ത തൊലിയിരിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ഉള്ള ഒത്തിരി ചിന്താവിഷയങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വിടുക. അപ്പോൾ കുടുംബപരമായിട്ട് നമ്മൾ ഈ നാളുകളിൽ ഐക്യതയില്ലാത്ത 100% കുടുംബങ്ങളിൽ ഐക്യതയില്ല. ഒന്നാമത് വ്യക്തികളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നും പറഞ്ഞിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇപ്പോഴും ഉണ്ട്. യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയുന്നില്ല, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്നില്ല. അപ്പോൾ ആടുമായിട്ടുള്ളൊരു ബന്ധം വന്നാൽ ഒരു 6 കാര്യം ഞാനിവിടെ പറഞ്ഞു. അത് നിങ്ങൾ പാലിച്ചെടുക്കണം. വിടുതൽ പ്രാപിക്കണം. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കിട്ടണം. ബന്ധനത്തിൽ നിന്ന് ബന്ധനം എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ രക്തം വന്നു കഴിയുമ്പോൾ ആദ്യം ബന്ധനമാണ് പൊട്ടുന്നത്. കർത്താവായ യേശുക്രിസ്തു വന്നത്, രക്തം ചൊരിഞ്ഞത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ കിടപ്പുണ്ട്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാ വന്നേ, മുറുക്കാനല്ല വന്നേ. നീ ബന്ധനം വരുന്നതിൻ്റെ കാരണം കൂടെ പിന്നെ ഞാൻ ഒരു വീഡിയോ ഇടുന്നതാണ്. ഒരു ദൈവ പൈതന്നെ യഥാർത്ഥവണ്ണം ദൈവവചന അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതന്നെ ഒരു കാരണവശാലും ബന്ധിക്കാൻ കഴിയില്ല. എത്ര മന്ത്രവാദം ചെയ്താലും എത്ര തന്നെ പ്രശ്നം ഉണ്ടാക്കിയാലും ഒരു കാരണവശാലും ബന്ധിക്കാൻ കഴിയില്ല. കാരണം യേശുവിൻ്റെ രക്തമുണ്ട് ഇവിടെ. അപ്പം ഇതിൽ തന്നെ തെളിവ് കിടപ്പുണ്ട്. ചോരത്തളി നടന്നിടത്ത് ബന്ധനം പൊട്ടി. ഭാഗം ഞാൻ വിടുക. രണ്ടാമത്തെ വിഷയം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നോഗയും കുടുംബവും. നോക്കിയേ, അവര് ഒന്നായി ചേർന്ന് നിന്നില്ലേ ആ പെട്ടകം പണിയാൻ? ആ അപ്പനോട് ചേർന്ന് നിന്നില്ലേ? അപ്പം പറഞ്ഞതനുസരിച്ച് മക്കൾ നിന്നില്ലേ? ഞാൻ ഇന്നലത്തെ ചിന്താവിഷയം എടുക്കുന്നില്ല. അപ്പനോട് ചേർന്ന് നിന്നില്ലേ? ആ അമ്മ ഒരു വാക്കെങ്കിലും അതിനകത്ത് നെഗറ്റീവ് പറഞ്ഞോ?
അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ എടുത്തെഴുതി. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചു, അദ്ദേഹം എഴുതി വെച്ചു. 3-ാം അധ്യായം 20-ാം വാക്യം അദ്ദേഹം അവിടെ എഴുതി വെച്ചിരിക്കുക. പട്ടണത്തിൽ ആകപ്പാടെ 8 പേർ. അപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ടാവണമെന്നില്ല. ചിലരൊക്കെ അത് ഞാൻ സ്നാനത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. കുടുംബം എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ മക്കളും അതിനകത്ത് കാണത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുടുംബം എന്ന് പറയുന്നിടത്ത് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3:20 വാക്യത്തിൽ എഴുതി വെച്ചു, പെട്ടകത്തിൽ ഞങ്ങൾ ആകപ്പാടെ 8 പേർ, മനുഷ്യജീവികൾ. മൃഗജീവികൾ വേറെ ഉണ്ട്. മനുഷ്യജീവികളായ ഞങ്ങൾ 8 പേരേ ഉള്ളൂ. അതായത് അപ്പനും അമ്മയും 3 മക്കളും അവരുടെ ഭാര്യ, ഓരോരുത്തർക്കും ഓരോ ഭാര്യയും. ഭാര്യമാരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു വിഷയം വരും. പിന്നെ ലാമേക്കിൻ്റെ ആത്മാവ് കയറിയ പിന്നെ പോയി. ലാമേക്കാണ് ആദ്യമായിട്ട് 2 ഭാര്യ എടുക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗം വിടുക. 34-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട്. അവരുടെ നോക്ക്. അതുകൊണ്ട് അവരുടെ കുടുംബത്തിന് തലമുറകൾക്ക് ജീവൻ കിട്ടിയില്ലേ? അപ്പനും അമ്മയ്ക്കും ജീവൻ കിട്ടിയില്ലേ? പട്ടകവും ചുമന്നു കൊണ്ടുപോയ ഏലി പുരോഹിതന്റെ മക്കൾ ഹൊപ്നിയും പിനേഹാസും പട്ടുപോയില്ലേ? 1-ാമത്തെ പുരോഹിതനായ അഹരോന്റെ തലമുറ നാദാബും അബീഗും, ലേവ്യ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ അവർ പട്ടുപോയില്ലേ? അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തലമുറ പട്ടുപോയില്ലേ? ഇവിടെ അപ്പനും അമ്മയും മക്കളും രക്ഷ പ്രാപിച്ചില്ലേ? അവരുടെ ഭാര്യമാരും ഓരോരുത്തർക്കും ഓരോന്ന് അവർ രക്ഷ പ്രാപിച്ചില്ലേ? പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3:20 പറയുന്നത് അങ്ങനല്ലേ? അപ്പോൾ കുടുംബമായിട്ട് ഒന്നായി ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചാൽ ഒന്ന് മരണത്തിൽ നിന്ന് നീക്കുപോക്കുകളുണ്ട്, ബന്ധനം പൊട്ടും, വിടുതൽ ലഭിക്കും, നന്മ കിട്ടും, പുറപ്പാടുണ്ടാകും, കരച്ചിൽ സന്തോഷമായി മാറും. ഇതൊക്കെ നമുക്ക് കിട്ടുന്നതല്ലേ? ഒത്തിരി നന്മയുടെ കൂതലി അതിനകത്ത് കിടക്കുന്ന ഒരു രക്തത്തളി മൂലം നടക്കുന്ന വിടുതലുകളല്ലേ ഈ പറഞ്ഞത്? ആടുമായിട്ടുള്ള ബന്ധത്തിലല്ലേ ഈ വിടുതൽ കിട്ടിയത്? അതുവരെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് പറവൻ്റെ അടിയും കൊണ്ട് തൊഴിയും കൊണ്ട് കിടന്ന് അടിമനുഖത്തിൽ കിടക്കുന്നത് പോലെ കിടക്കുന്ന സഹോദരിമാരുണ്ട്, അടിമനുഖത്തിൽ കിടക്കുന്ന സഹോദരന്മാരുണ്ട്. യേശുവായിട്ടൊരു ബന്ധം വരുമ്പോൾ ഈ ബന്ധനം പൊട്ടണ്ടേ? ഞാൻ ആ ഭാഗത്തോടെ വിടുക. ഇനി യോശുവെ നോക്ക്. യോശുവയുടെ പുസ്തകം 24:15. ഞാൻ ആ ഭാഗത്ത് നിന്ന് ഞാൻ നിർത്തുക. 1-2 ചിന്ത അവിടെ തന്നു നിർത്താം. യോശുവയുടെ പുസ്തകം നോക്ക് നിങ്ങൾ. 24:15. നിങ്ങൾ 14-15 വാക്യം ചേർത്ത് വായിച്ചറിയാം. നിങ്ങൾ ആരെ വേണം സേവിക്കുക? ഞങ്ങളെ അവിടുന്ന് പിടിപ്പിച്ചു കുറ്റത്തോളം കൊണ്ടുവന്ന ദൈവത്തെ വിട്ട് ഞങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുതെന്ന് എനിക്കൊരു പ്രമാണം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മാറത്തില്ല. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. അതൊരു കുടുംബമായിട്ടാണ് പറയുന്നത്. കാരാഗ്രഹപ്രമാണി കുടുംബം രക്ഷ പ്രാപിച്ചതാണ്. അപ്പോസ്തല പ്രവൃത്തി 16:30 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ, 36 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കാണും. കുടുംബമായി രക്ഷ പ്രാപിച്ചു. ഒറ്റയ്ക്ക് രക്ഷ പ്രാപിച്ചവരുണ്ട്, കുടുംബമായി രക്ഷ പ്രാപിച്ചവരുണ്ട്, സഭയായി രക്ഷ പ്രാപിച്ചവരുണ്ട്, സമൂഹപരമായി രക്ഷ പ്രാപിച്ചവരുണ്ട്. അപ്പോൾ ആടുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന വിടുതലുകളാണ്. അതുകൊണ്ട്
അപ്പനും അമ്മയും മക്കളും ഒക്കെ ഒരു യൂണിറ്റി ഉണ്ടാവണം. അപ്പനെക്കുറിച്ച് അമ്മ മക്കളോട് നുണ പറയുന്ന ഒരുപാടെണ്ണത്തിന് എനിക്കറിയാം. അമ്മയെക്കുറിച്ച് നുണ പറയുന്ന ഒരുപാടെണ്ണത്തിന് എനിക്കറിയാം. മക്കളെക്കുറിച്ച് നുണ പറയുന്ന അമ്മമാരും അപ്പന്മാരും ഉണ്ട്. അപ്പനെ അമ്മയെ കുറിച്ച് നുണ പറയുന്ന മക്കളുമാരുമുണ്ട്. അതാണ് ഈ വിടുതലില്ലാത്ത ഈ ബന്ധനം പൊട്ടാതെ കിടക്കുന്ന ഇവിടെയാ. ഇത് കേൾക്കുമ്പോൾ ഈ ബന്ധനം പൊട്ടണം. ദൈവജനം വിടുതൽ പ്രാപിക്കണം. ഈ അഹരോന്റെ മക്കൾ മരിച്ചത് എങ്ങനെയാണെന്നറിയോ? ദൈവം പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറയുന്നല്ല, വീഞ്ഞു കുടിക്കാന്ന്, അല്പം സേവിച്ചോളാം. അതുപോട്ട് ആവശ്യത്തിലേക്ക് കിടക്കുന്നില്ല. അപ്പനെ കാണാതെ യവന്മാർ പോയി വീഞ്ഞടിച്ചതാ. വീഞ്ഞും കുടിച്ചിട്ട് വന്ന് അവിടെ ഉണ്ടായിരുന്ന സാധനം അത് ലേവ്യ പുസ്തകം 10-ാം അധ്യായം പഠിക്കുമ്പോൾ അറിയാം. അല്ലാതെ പുറത്തെങ്ങും പോയിട്ടില്ല. ആലയത്തിന് പുറത്ത് പോയിട്ടില്ല. അന്യാഗ്നി കത്തിക്കാൻ പുറത്തുനിന്ന് തീപ്പെട്ടി കൊണ്ടുവരാൻ തീ കെട്ടിട്ടില്ല. 9 ലേവ്യ പുസ്തകം 9:24 അവിടെ തീ ഇറങ്ങി. ആ തീയാണ് കത്തിക്കണം. ആ തീ തന്നെയാണ് അവിടെ തൊട്ട് ഇങ്ങോട്ട് ഇറങ്ങി ലേവ്യ പുസ്തകം 6:13 പറയുന്നു, യാഗപീഠത്തിലെ തീ കെട്ടുപോകരുത്, അത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ആ തീ കത്തിക്കൊണ്ടിരുന്ന പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങിയ തീ അത് തന്നെയാണ്. അത് കെട്ടിട്ടില്ല, ഇന്നും കെട്ടിട്ടില്ല തീ. ഞാൻ തീയെക്കുറിച്ച് 4 മെസ്സേജ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. വേണമെന്നുള്ളവർ അടിച്ചു നോക്കിയാൽ അറിയാം. ന്യൂ ഹോപ്പ് വിസ്പ പ്രയർ ഫെലോഷിപ്പ്. അപ്പോൾ ഞാൻ ഒരു ചിന്താവിഷയത്തിലേക്ക് വരാം. യോശുവ പറയുന്നു, കാരാഗ്രഹ പ്രമാണി പറയുന്നു, എല്ലാം കുടുംബമായി, ക്രിസ്പോസും കുടുംബവും പറയുന്നു, ഞങ്ങൾ കുടുംബമായിട്ടാ. അപ്പനെ കുറിച്ച് നുണ പറഞ്ഞു കൊടുക്കുന്ന അമ്മമാരെ നോക്കിയാണ്. അത് റബേക്ക എടുത്താൽ മതി ബൈബിളിൽ വരുമ്പോൾ. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അപ്പന്മാരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്ന സാറായിമാർ ഉൽപ്പത്തി 16-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 15 ദൈവശബ്ദം കേട്ട് അബ്രാമിനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്ന സാറായിമാർ. ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതെല്ലാം പ്രാർത്ഥിച്ചും അനുഭവത്തിലും കണ്ടും എടുത്തും ഒക്കെ വരുന്ന കാര്യങ്ങളായി പറയുന്നത്. നമുക്കിത് എന്തിനാണെന്നറിയാമോ? നമുക്കൊരു എറ്റേണിറ്റി കിട്ടണം, അത്രയേ ഉള്ളൂ. ഒരു നിത്യത കിട്ടണം. ഇതിനു വേണ്ടിയായി കിടന്ന് അലയ്ക്കുന്നത്. അതിനു വേണ്ടി മാത്രമാണ് അലയ്ക്കുന്നത്. അല്ലാതെ എന്തോന്ന് ഒന്നുമില്ല. ഇത് വ്യൂസ് കൂട്ടാനോ ഒന്നിനും അല്ല. ഇതിനകത്ത് 100-150 മെസ്സേജോളം ഏകദേശം കിടപ്പുണ്ട്. ചിലരൊക്കെ പറയുന്ന ഒരു അക്കൗണ്ട് നമ്പർ താഴെ എഴുതുന്നതെന്ന് ഞാൻ ഇന്ന് വരെ എഴുതിയിട്ടില്ല. എൻ്റെ ഭാര്യ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല എത്ര കിട്ടിയെന്ന് എന്നിടത്ത് പോയി. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് വചന ശുശ്രൂഷിക്കായിരുന്നു. മനസ്സിലായില്ലേ? ധൈര്യമായിട്ട് വചന ശുശ്രൂഷിച്ചതിൻ്റെ പേരിൽ വന്ന അപവാദങ്ങളും അപമാനങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സത്യസന്ധമായിട്ട് പറയുന്ന ഒരു കാര്യം ആരും അംഗീകരിക്കുന്നില്ല. മക്കളെക്കുറിച്ച് നാട്ടുകാരോട് പോലും പറയുന്ന അമ്മമാരുണ്ട്. ഭർത്താവിനെ കുറിച്ച് നാട്ടുകാരോട് പറയുന്ന അമ്മമാരുണ്ട്. ഇന്ന് പിന്നെ പറയണ്ടല്ലോ. ഇന്നലെ പറഞ്ഞതുപോലെ ഫേസ്ബുക്കുണ്ട്, യൂട്യൂബുണ്ട്, വാട്സപ്പുണ്ട്. ഇതിലോട്ടൊക്കെ അങ്ങ് ഇട്ടാൽ മതിയല്ലോ. നാണം കെടുത്തണമെങ്കിൽ. അതുകൊണ്ട് ഒന്നാമത് വേണ്ടത് ഐക്യത തന്നെയാണ്. കുറവുകളുണ്ടെങ്കിൽ പരിഹരിച്ച് ദൈവത്തോടടുക്കുക, നിത്യത പ്രാപിക്കുക. അപ്പോൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതുമൂലം കിട്ടുന്ന ഈ ആണ്ടുമായിട്ട് ഐക്യത മൂലം കിട്ടുന്ന നോകയും കുടുംബം നോക്ക്. ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയാത്തത്. അവരെ നോക്ക്. വീണ്ടും വീണ്ടും എന്താ റിപ്പീറ്റ് ചെയ്യുന്നത്.
അടുത്ത യെരമ്യാ പ്രവചനം നിങ്ങൾ 35-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചു നോക്കി. അവിടെ ഒരു കുടുംബമുണ്ട്, രേഖാബ്യ കുടുംബം. ആരും പ്രസംഗിക്കാത്ത ഒരു കുടുംബം, രേഖാബ്യ കുടുംബം. ആ കുടുംബത്തെക്കുറിച്ച് ദൈവം അവിടുത്തെ അപ്പൂപ്പന്മാർ തൊട്ട് തലമുറകൾക്ക് ദൈവം കൽപ്പിച്ച ആലോചനകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചുരുക്കി ഒരു പറഞ്ഞു നിർത്താം. ആലോചന കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം യെരമ്യാവിനോട് പറഞ്ഞത് മൂലം ഈ തലമുറകളെ വിളിച്ചുകൊണ്ട് ആരും കാണാതെ കൊണ്ടുപോയി ഇവർക്ക് വീഞ്ഞു കുടിക്കാൻ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞൊരു പദമുണ്ട് അവിടെ, ഞങ്ങളുടെ പൂർവന്മാർ, ഞങ്ങളുടെ അപ്പന്മാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിതൊന്നും കുടിക്കരുത്, ഞങ്ങളിത് സേവിക്കരുത് എന്ന് ഞങ്ങളുടെ അപ്പന്മാർ പറഞ്ഞിട്ടുണ്ട്. ആരും കാണാതെ കുടിക്കാനാ പറഞ്ഞത്. റൂമിനകത്ത് വിളിച്ചു കൊണ്ടുപോയിട്ട് നമ്മളാണെങ്കിൽ തൂത്ത് തുടച്ച് 2 കഷ്ണം ഉള്ളിയൊക്കെ തിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേനെ. അവർ പറഞ്ഞില്ല ഞങ്ങൾ കുടിക്കില്ല, ഞങ്ങളുടെ അപ്പന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾ എത്ര നല്ല കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് എന്താ 18-19 വാക്യത്തിലേക്ക് നിങ്ങൾ വായിക്കണം. പ്രോമിസായിട്ട് തലമുറകൾക്ക് അതെടുത്ത് പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിൽ നീ ഇത് ചെയ്തത് കൊണ്ട്, ദൈവത്തിൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട്, ദൈവകൽപ്പന ലംഘിക്കാത്തത് കൊണ്ട്, നിന്റെ പൂർവന്മാർ മാതാപിതാക്കൾ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചത് കൊണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ യോനാദാബിൻ്റെ കുടുംബത്തിൽ, രേഖാബിയ കുടുംബത്തിൽപ്പെട്ട തലമുറകൾക്ക് ഒരെണ്ണം പോലും നിന്റെ ഭവനത്തിൽ ഒരു പുരുഷ പ്രവച പോലും ഇല്ലാതെ ഒരിക്കലും വരത്തില്ല. ഏലിയുടെ കുടുംബത്തോട് പറഞ്ഞു, നിന്റെ ഒരു വൃത്തനും നിന്റെ കുടുംബത്തിലുണ്ടാകത്തില്ല, എല്ലാം വഴിയിൽ വെച്ച് പട്ടുപോകും. മനസ്സിലായോ? അതുകൊണ്ട് ആ രേഖാബിയ കുടുംബത്തെ നോക്കിയ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടില്ലേ? അവർ കുടുംബമായി ഒന്നിച്ച് നിന്നതല്ലേ? തലമുറകൾക്ക് ഉപദേശം കൊടുത്തതല്ലേ? ക്രിസ്തുവായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ വിഷയം. യേശു ക്രിസ്തുവായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്, യേശു ക്രിസ്തുവായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, അത്രയേ ഉള്ളൂ ചിന്താ വിഷയം. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ആവശ്യമില്ലാത്തതൊക്കെ എന്ത് ചെയ്യാം, നിർത്താം. അതുപോലെയാണ് ഒരു കുടുംബം, എന്നെ ചിന്തിപ്പിച്ച ഒരു കുടുംബം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ദാവീദ് 24 കൂറുകളായി തിരിച്ച് സംഗീത ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ ഹേമാൻ എന്നും പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഞാനവിടെയാണ് ചിന്തിക്കുന്നത്. ഹേമാന് 14 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. അമ്മാമ്മയെ സമ്മതിക്കണം. എന്നാൽ വിയാട്ടോ എന്ന് പറഞ്ഞവരൊക്കെ ഇതെല്ലാം അമ്മ കേൾക്കണം. അപ്പോൾ VR1 പറയുന്നവർക്ക്. അപ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചോണം. എൻ്റെ വിഷയം അതൊന്നുമല്ല. 17 മക്കൾ, 14 പുത്രന്മാർ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ പറഞ്ഞത്, ഇവരെല്ലാവരും അപ്പം പാടി, ദൈവത്തിന് വേണ്ടി പാടി, അമ്മയും പാടി. എൻ്റെ അമ്മയുടെ പേരൊന്നും അവിടെ ഇല്ല. 14 പുത്രന്മാരുടെ പേര് താഴെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പുത്രിമാരുടെ പേര് ഉണ്ടോ എന്നെനിക്കറിയില്ല. അപ്പോൾ അത് 25-ാം അധ്യായം വായിച്ചാൽ മതി. ലിസ്റ്റുകൾ എഴുതുമ്പോൾ ഇത്ര പേര് അങ്ങ് എഴുതിയതുണ്ട്, പേര് പറഞ്ഞെഴുതുന്നവരുണ്ട്. മോശയുടെ തലമുറകളുടെയൊക്കെ പേര് പറഞ്ഞെഴുതുന്നുണ്ട്. അപ്പം അങ്ങനെ കഗാത്യരായ കുടുംബത്തിലുള്ളവരുടെ പേര് പറഞ്ഞെഴുതുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഉണ്ട്. കഗാത്യരുടെ കുടുംബത്തിൽപ്പെട്ടതാ, പാരമ്പര്യത്തിൽപ്പെട്ടതാ മോശയുടെ അപ്പൻ അമ്രാം, യോക്കേബ്, ഇതൊക്കെ എല്ലാ അമ്രാം, മോശ, അഹരോൻ ഇവരൊക്കെ അതൊക്കെ ഇതിൽ വരുന്ന കഗാത്യരായ കുടുംബത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ഹേമാൻ പാടി കർത്താവിന് വേണ്ടി. ആ കൂട്ടത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന എന്നെ ചിന്തിപ്പിച്ചൊരു പദമാണ്. ഈ 14 പുത്രന്മാരും അവിടെ പിണക്കമല്ല, ആ കുടുംബത്തിൽ അപ്പൻ്റെ കൂടെ പാടാൻ തയ്യാറായി.
എൻ്റെ പറഞ്ഞ അമ്മയും അപ്പനും പാടിയപ്പോൾ അവിടെ അമ്മയുടെ ഭാര്യയും പറയുന്നില്ല, ഞാനങ്ങ് എടുക്കുക. 14 പുത്രന്മാരും ഈ അപ്പനും അമ്മയും 3 പുത്രിമാരും കൂടെ അങ്ങോട്ട് പാടി 19 എണ്ണം. 14 3 17 2 19. 19 എണ്ണം കൂടെ അന്ന് കൂറുകളുടെ നിരയിൽ വന്നു. 24 കൂറുകൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വന്നില്ലേ? അതെന്താ വരാനുള്ള തലമുറകൾ വരാനുള്ള കാരണം? അവർ തമ്മിലുള്ള ഐക്യത, ആടുമായിട്ടുള്ള ബന്ധം എന്ന് തന്നെ പറയാം. ആടുമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഭവനത്തിനകത്ത് ഐക്യത ഉണ്ടാകട്ടെ. ഒന്ന് താഴാൻ തയ്യാറാകട്ടെ. പേരിനോ പ്രസക്തിക്കോ വേണ്ടി ഒന്നും ചെയ്യരുത്. പേരും പ്രസക്തി ഒന്നിനു വേണ്ടി ചെയ്യരുത്. പേരെടുക്കുന്നവർ പേരെടുക്കട്ടെ. ഒരമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് പേരിടുകയാണ് മാതാപിതാക്കൾ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളെല്ലാം കൂടെ ചേർന്ന് പേരിടുന്നുണ്ട്. പക്ഷെ അതിനകത്ത് വേറൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഏതാന്ന് വെച്ചാൽ പാപക്കുട്ടിയാണ്. അപ്പനും അമ്മയിലും ജനിച്ച കുട്ടിക്ക് പേരിട്ട് ആ പേരോടുകൂടെ കുഞ്ഞ് വളരുമ്പോൾ പാപക്കുട്ടി പേരെടുത്ത് വളർന്നു വരിക എന്ന് പറഞ്ഞതല്ല. അപ്പോൾ പേരെടുത്ത് വളരുന്ന പാപക്കുട്ടികൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. പേരെടുക്കുക. ഇവിടെ സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തതുപോലെ പുള്ളി എടുക്കുമെന്ന് വിശ്വാസത്തോടെ പറഞ്ഞ് പുള്ളി അങ്ങ് എടുത്തു. പുള്ളി വിശ്വാസത്തോടെ പറയുകയും ചെയ്തു, പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് പുള്ളി അങ്ങ് എടുത്തു. ഇത് പേരെടുക്കുക. പേരെടുക്കുന്നതാര്? പാവക്കുട്ടിയാണ് പേരെടുത്ത് വളരുന്നത്. അപ്പൊ പേരെടുക്കാൻ വേണ്ടി ആരും ശുശ്രൂഷ ചെയ്യരുത്. പേരെടുത്ത് വളർന്നവർക്ക് ഞാനിടുന്ന പേരാണ് ബൈബിളിലില്ല. അതുകൊണ്ട് എൻ്റെ തോളെ കയറാൻ വരരുത്. വന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉള്ള കാര്യം പറയാം. കാരണം ഈ പാവം 10 വയസ്സാകുമ്പോൾ കൊച്ചു പോയി അപ്പനും അമ്മയും അറിയാതെ പോയി പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടുവന്ന് ശരീരത്തിൽ കയറ്റുന്നതല്ലല്ലോ. അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്ത് കയറ്റുന്നതല്ലല്ലോ പാവക്കുട്ടിയെ. ജന്മനാ കിട്ടുന്ന പേരെടുത്ത് വളർന്നതല്ലേ. നീ മനുഷ്യക്കുട്ടിയാണെങ്കിൽ ഞാൻ പാവക്കുട്ടിയാണ്. അപ്പോൾ മനുഷ്യക്കുട്ടിയും പാവക്കുട്ടിയും വളരെ ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് പേരെടുക്കുന്നവര് ശ്രദ്ധിച്ചോണം. ഞാൻ പാവക്കുട്ടി വളർന്നു വരുന്നുണ്ടെന്ന്. ആ പേരെടുത്ത് വളർന്നതൊന്നും നിത്യത കാണൂല. അതുകൊണ്ട് പേരെടുക്കാൻ വേണ്ടി പാവങ്ങളെ ക്രൂശിച്ച്, നിരപരാധികളെ ക്രൂശിച്ച് ഇല്ലായ്മ ചെയ്ത് അടിച്ചമർത്തി പേരെടുക്കുക. അതുകൊണ്ട് ആടുമായിട്ടൊരു ബന്ധം വരട്ടെ, കുടുംബ ജീവിതത്തിലൊരു ബന്ധം വരട്ടെ, കുഞ്ഞുങ്ങളുമായൊരു കണക്ഷൻ വരട്ടെ, എല്ലാവരുമായിട്ടൊരു പ്രാർത്ഥന വരട്ടെ, ഐക്യത വരട്ടെ, ഒരുമനം വരട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഒത്തിരി ചിന്തകളുണ്ട്, ഒത്തിരി വിടുതലിൻ്റെ ശുശ്രൂഷകളുണ്ട്. റഗാജാനകദുരി അമ്പവാരഗക്ഷത്സവാന അപവാരജകൽക്കമനകം. പരിശുദ്ധ നല്ല പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് അടിയനെ സമർപ്പിക്കുന്നു. ഒന്നുമില്ല ഏതുമില്ല എന്ന് ഒരിക്കൽ കൂടി സമ്മതിക്കുന്നു. ദൈവത്തിൻ്റെ മഹാദയയ്ക്കായി കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ ചെയ്യണം.
ഈ സമയം അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ, അനേകർക്ക് വേണ്ടി ഇടിവ് നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തി അടിയൻ്റെ മേലും വെളിപ്പെടുത്തണം. അടിയനെ താഴ്ത്തുന്നു, ഒന്നുമില്ല എന്ന് സമ്മതിക്കുന്നു. ഈ ആടുമായിട്ടൊരു ബന്ധം വരേണ്ടതിനായി നോഹയും കുടുംബവും രക്ഷ പ്രാപിച്ചതുപോലെ ഇസ്രായേൽ ജനത്തിൻ്റെ 6 വിധ കാര്യങ്ങൾ പറയുവാനിടയായി. ആടുമായിട്ട് ബന്ധം, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ആടുമായിട്ട് ബന്ധം വന്നപ്പോൾ ലഭിച്ച വിടുതലുകളെ 6 ചിന്താവിഷയം പറയുവാനിടയായി. അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ കരം കൂടിയിരിക്കണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. ഓരോ കുടുംബത്തോടും ദൈവാത്മാവ് ഇടപെടണമേ, സംസാരിക്കണമേ. കുഞ്ഞുങ്ങളോട് ഇടപെടണമേ, സംസാരിക്കണമേ. കർത്തൃദാസന്മാരോട് ദാസിമാരോട് ഇടപെടണമേ, സംസാരിക്കണമേ. ജാതി മത ഭേദം എന്നെ അടിയനെ ശ്രവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും കുടുംബാംഗങ്ങളോടും അവിടെ നിന്ന് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു, കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയൻ പാർക്കുന്ന ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അടിയൻ പാർക്കുന്ന ഈ ഭവനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ, കുഞ്ഞുകുട്ടികൾ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കും അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വക്കീലന്മാർക്കായി, ജഡ്ജിമാർക്കായി പ്രാർത്ഥിക്കുന്നു. നീതി ന്യായം നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പോലീസ് അധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. പോലീസുകാർക്കായി പ്രാർത്ഥിക്കുന്നു. നീതി ന്യായം നടത്തട്ടെ. അങ്ങനെ ഓരോ ചുമതല ഏൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീതിയോടെ ഭരണം നടത്തുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. എല്ലാവർക്കും ഒരു മാനസാന്തരം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലോകത്തിൽ 5 വൻകരയിൽ ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗ്രാമങ്ങളിൽ വേല ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടതായ നന്മകളെ അവിടുന്ന് കൊടുക്കണമേ. ദൈവപ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു കർത്താവേ. വിട്ടിടുന്ന ഭവനം, പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ 3 പേരെയും അവിടുത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം കർത്താവെ. വീണ്ടും തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഈ തിരുവെഴുത്ത് അനേകരുടെ ഉള്ളിൽ വിശ്വാസമായി പരിണമിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം. വിവാഹം കഴിച്ചയക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, രോഗികളായി കിടക്കുന്നവർ, 2 കിഡ്നി നഷ്ടപ്പെട്ട് കിടക്കുന്ന അനേകരുണ്ടപ്പ. അവരോട് കരുണ കാണിക്കണം, മനസ്സറിയണം. ദൈവ നന്മയുടെ വാതിലുകളെ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. എല്ലാം തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, ഭവനമില്ലാത്തവർ, കടഭാരത്തിൽ മുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ട്, മാനിച്ചാട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നു. എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ, ജാതി മതഭേദമല്ല എല്ലാ കുഞ്ഞുങ്ങളെയും അവർ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവയിടയാക്കും. മഹത്വം പോഴ്ച അങ്ങെടുക്കും. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. വീണ്ടും കെട്ടുകൂട്ടോളം ഈ അമ്മൻ വീണ്ടും ഈ ദൈവവചനമായി വരുവോളം മാനുവൻ്റെ ചിറങ്കിൽ എല്ലാവരെയും മുടി മറച്ചാൽ പ്രാർത്ഥന കേട്ടോളം നന്ദി. മുഴുമഹത്വം അവിടെ നിന്ന് എടുക്കണം. എല്ലാവരുടെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമായി തരട്ടെ. മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ഓൾ. അബണ്ടൻലി ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.